ഹോർമൂസ് കടലിടുക്കിൽ ഇറാന്റെ സൈനികാഭ്യാസം. ഇറാനും US-ഉം തമ്മിലുള്ള രണ്ടാം ഘട്ട ചർച്ചകൾ ജനീവയിൽ നടക്കാനിരിക്കെയാണ് ഇറാന്റെ നീക്കം. മധ്യേഷ്യയിലേക്ക് US കൂടുതൽ സൈനിക വിന്യാസം നടത്തുകയാണ്. ഇത് മേഖലയിൽ ആശങ്കയുയർത്തിയിരിക്കുന്നു. അതിനിടെയാണ് ഹോർമൂസിൽ സൈനികാഭ്യാസവുമായി ഇറാൻ മുന്നോട്ട് പോയത്. ഹോർമൂസ് കടലിടുക്കിലൂടെയാണ് അന്താരാഷ്ട്ര ക്രൂഡ് ഓയിൽ വിതരണത്തിന്റെ 20% നടക്കുന്നത്. US-ന്റെ സൈനിക നടപടിയുണ്ടായാൽ ഹോർമൂസ് വഴിയുള്ള കപ്പൽ ഗതാഗതം തടയുമെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകിയിരുന്നു. സൈനിക നീക്കവുമായി തിരക്കിട്ട് US മുന്നോട്ട് പോകുന്നതിനിടെ മുന്നൊരുക്കങ്ങളുടെ ഭാഗമായാണ് ഹോർമൂസിൽ സൈനികാഭ്യാസം നടത്തിയതെന്നാണ് ഇറാൻ വിശദീകരിക്കുന്നത്. ജനീവയിൽ വെച്ചാണ് ഇറാൻ US ചർച്ച നടക്കുന്നത്. ഒമാന്റെ മധ്യസ്ഥതയിലാണ് ചർച്ച. അതിനിടെ ഇറാന്റെ വിദേശകാര്യ വകുപ്പ് മന്ത്രി അബ്ബാസ് അരാങ്ചി അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി ഡയറക്ടർ ജനറൽ റാഫേൽ ഗ്രോസിയുമായി കൂടിക്കാഴ്ച നടത്തി. ജനീവയിൽ വെച്ചായിരുന്നു കൂടിക്കാഴ്ച. ഇറാൻ US ആണവ ചർച്ചകൾക്ക് മുന്നോടിയായിട്ടായിരുന്നു ഈ നിർണായക കൂടിക്കാഴ്ച. അബ്ബാസ് അരാങ്ചിക്കൊപ്പം ഇറാന്റെ ആണവ വിദഗ്ധരും കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തു. ഇറാനും അമേരിക്കയും തമ്മിലുള്ള രണ്ടാം ഘട്ട ആണവ ചർച്ചകൾക്ക് തൊട്ടുമുമ്പാണ് അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയുമായുള്ള കൂടിക്കാഴ്ച ഉണ്ടായത്. കൂടിക്കാഴ്ച ഏറെ നിർണായകമാണെന്നാണ് വിലയിരുത്തൽ. അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയുമായി ഇറാൻ നേരത്തെ സഹകരണം അവസാനിപ്പിച്ചിരുന്നു. ഈ കൂടിക്കാഴ്ച ഇറാൻ അമേരിക്ക ചർച്ചകളിൽ വഴിത്തിരിവായേക്കുമെന്നും വിലയിരുത്തലുണ്ട്. കൂടിക്കാഴ്ചയെക്കുറിച്ച് ഇറാന്റെ വിദേശകാര്യമന്ത്രി വിശദീകരിച്ചു. ചർച്ചകൾ നീതിയുക്തമാകണമെന്ന് അബ്ബാസ് അരാങ്ചി പറഞ്ഞു. ഭീഷണിക്ക് വഴങ്ങിയുള്ള ചർച്ചകൾക്ക് ഇറാൻ തയ്യാറല്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. അതിനിടെ ഇറാനും ചൈനയും റഷ്യയും കഴിഞ്ഞ ദിവസം ചർച്ച നടത്തിയിരുന്നു. ഈ 3 രാജ്യങ്ങളിലെയും അംബാസഡർമാരാണ് ചർച്ച നടത്തിയത്. വിയന്നയിൽ വെച്ചായിരുന്നു ചർച്ച. ഇറാന്റെ ന്യൂക്ലിയർ പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട സമീപകാല സംഭവവികാസങ്ങളാണ് ചർച്ച ചെയ്തത്. ഇറാന്റെ സമാധാനപരമായ ആണവ പദ്ധതിയെക്കുറിച്ച് 3 രാജ്യങ്ങളുടെയും പ്രതിനിധികൾ ഇതുവരെ നിരവധി തവണ ചർച്ച നടത്തിയിട്ടുണ്ട്. US ഇറാനെ ആക്രമിക്കാനുള്ള നീക്കവുമായി മുന്നോട്ട് പോകുമ്പോൾ റഷ്യയും ചൈനയും എന്ത് നിലപാട് സ്വീകരിക്കുമെന്നാണ് ലോകം ഉറ്റുനോക്കുന്നത്. നേരത്തെ ആഭ്യന്തര സംഘർഷം പരിഹരിക്കാൻ ഇറാന് പിന്തുണയുമായി ചൈനയും റഷ്യയും എത്തിയിരുന്നു. ഇറാന്റെ പരമാധികാരത്തെ ബഹുമാനിക്കണമെന്നാണ് ചൈന പറഞ്ഞത്. ചൈനീസ് വിദേശകാര്യമന്ത്രി ഇറാൻ വിദേശകാര്യമന്ത്രിയുമായി സംസാരിച്ചിരുന്നു. ഐക്യരാഷ്ട്ര സുരക്ഷാ കൗൺസിലിൽ ചൈനയുടെ പിന്തുണ വാഗ്ദാനം ചെയ്തിരുന്നു. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും സംഘർഷം ലഘൂകരിക്കാൻ ഇറാന് പിന്തുണ വാഗ്ദാനം ചെയ്തു. രണ്ടാം ഘട്ട സമാധാന ചർച്ചകൾ ജനീവയിലാണ് നടത്തുന്നത്. ഒമാന്റെ മധ്യസ്ഥതയിൽ 17-നാണ് ചർച്ച. ആണവ പരീക്ഷണങ്ങൾ ഇറാൻ പൂർണ്ണമായി നിർത്തണമെന്നാണ് US-ന്റെ ആവശ്യം. അതിന് ഇറാൻ തയ്യാറായില്ലെങ്കിൽ സൈനിക നടപടിയുമായി മുന്നോട്ടു പോകുമെന്നാണ് US-ന്റെ ഭീഷണി. എന്നാൽ ഇതിന് ഒരുക്കമല്ലെന്നാണ് ഇറാന്റെ നിലപാട്. ആണവ മിസൈൽ പദ്ധതികൾ നിർത്തിവെച്ച് സമാധാനത്തിനില്ലെന്ന ഉറച്ച നിലപാടിലാണ് ഇറാനും. ആക്രമിച്ചാൽ US-ന്റെ മിഡിൽ ഈസ്റ്റിലെ സൈനിക കേന്ദ്രങ്ങളിൽ ശക്തമായി തിരിച്ചടിക്കുമെന്നും ഇറാൻ മുന്നറിയിപ്പ് നൽകിയിരുന്നു. കഴിഞ്ഞ വർഷം US ഇറാനിലെ ആണവ നിലയങ്ങൾ ലക്ഷ്യമിട്ട് നടത്തിയ ആക്രമണങ്ങൾക്ക് പിന്നാലെ US-ന്റെ മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലിയ സേനാതാവളമായ അൽ ഉദൈദ് ലക്ഷ്യമിട്ട് ഇറാൻ ആക്രമണം നടത്തിയിരുന്നു.